മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി. മറ്റുള്ളവരെ വെറുതെ വിട്ടു. മറ്റന്നാളാണ് ശിക്ഷാവിധി. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ മഞ്ചേരി സെക്ഷനിൽ അഡീഷണൽ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ 3 പേർ 1-ാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീൻ, 6-ാം പ്രതിയായിട്ടുള്ള നിഷാദ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 13 പേരാണ് വിചാരണ നേരിട്ടത്. ബാക്കി എല്ലാവരെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ അസ്ന അടക്കമുള്ളവരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, ഈ 3 കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പ്രധാനമായും തെളിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അത് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താത്ത കേസിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാവുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ മാത്രം വെച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ വിചാരണ നടപടികൾ ഉൾപ്പെടെ നടത്തിയത്. 13 പേർ ഇതിൽ വിചാരണ നേരിട്ടു. ഈ കേസിന്റെ ഒരു അടിസ്ഥാനം അത് മൈസൂരിൽ നിന്ന് 2019 ഷാബാസ് ഷെരീഫ് എന്നുള്ള ഒറ്റമൂലി വൈദ്യനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂരിലെ മുക്കടയിലുള്ള വീട്ടിൽ ഏകദേശം 1 വർഷത്തിലധികം അവിടെ താമസിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് അതിനുശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഒറ്റമൂലി രഹസ്യം അറിയുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ ഒറ്റമൂലി രഹസ്യം അറിഞ്ഞ് അത് വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുക, അങ്ങനെ പണം സമ്പാദിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഈ ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാത്തതിനാൽ തന്നെ ഒരു വർഷത്തോളം വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി ചാലിയാറിൽ മൃതദേഹം പല കഷ്ണങ്ങളാക്കി നുറുക്കി ചാലിയാറിൽ തള്ളി എന്നുള്ളതാണ് ഈ കേസ്. ഇതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവിധി മഞ്ചേരി സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ മാസം മറ്റന്നാൾ 22-ാം തീയതിയാണ് കേസിലെ വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികൾ 3 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.